വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിനാസിർ ഖാലിദ്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിനേഷൻ ചെയ്തവരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ സിലബസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ കണ്ടതാണ് സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഏകദേശം അതേ സിലബസ് തന്നെയാണ്. ഇനി എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലെ. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെ നിന്ന് പഠിക്കുമെന്ന് ഇരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സും ക്ലാസ്സുകളും ഇതിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന്റെ ആ സ്പെഷ്യൽ ടോപ്പിക്സിൽ 20 മാർക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൽ ആദ്യമായിട്ട് പറയുന്നത് കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളുമാണ്. രണ്ടാമത് സ്പെഷ്യൽ ടോപ്പിക്സ് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണം. ആദ്യത്തേത് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും. അതിൽ 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 5 മാർക്കാണ്. അത് പൊതുവെ നിങ്ങൾ എല്ലാ എക്സാമിനേഷനും പഠിച്ചു തന്നിട്ടായിരിക്കാം. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുകയേ വേണ്ടുള്ളൂ. ഇനി വിവരാവകാശ നിയമം അതും 5 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ എക്സാമിനേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത മനഃശാസ്ത്ര അടിസ്ഥാന തത്വം. മനഃശാസ്ത്ര അടിസ്ഥാന തത്വം ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത്. അത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പൊ ഇന്ന് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആദ്യം ഇത് പഠിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മനഃശാസ്ത്രം എന്നാണ്. അപ്പൊ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ സൈക്കോളജി എന്ന വാക്ക് 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സൈക്ക്, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. സൈക്ക് എന്ന പദത്തിന്റെ അർത്ഥം ആത്മാവ് അഥവാ സോൾ എന്നാണ്. ഇനി ലോഗോസ് എന്ന പദത്തിന്റെ അർത്ഥം ശാസ്ത്രം അഥവാ സയൻസ് എന്നാണ്. അപ്പോൾ എന്താണ്? സോൾ ഓഫ് സയൻസ് അല്ലെങ്കിൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് മനസ്സിലായോ? പിന്നീട് ഈ സൈക്കോളജിക്ക് പല നിർവചനങ്ങളുണ്ടായി. ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന നിർവചനം കൊടുത്തത് ഗ്രീക്ക് തത്വചിന്തരായ അരിസ്റ്റോട്ടലും പ്ലേറ്റോവുമാണ്. നോക്കാം, ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടലും പ്ലേറ്റോവാണ് ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് നിർവചിച്ചു. പിന്നീട് പല ആൾക്കാരും സൈക്കോളജി നിർവചനം കൊടുത്തു. അതില് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി. സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് നിർവചനം കൊടുത്തത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. അപ്പൊ ആരാണ് സൈക്കോളജിക്ക് ബോധമണ്ഡലത്തിലെ ശാസ്ത്രം അഥവാ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന നിർവചനം കൊടുത്തത്? വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. അടുത്ത് നോക്കാം, സൈക്കോളജിയെ മനസ്സിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഓഫ് മൈൻഡ് നിർവചനം കൊടുത്തു. സൈക്കോളജിക്ക് മനസ്സിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് ഓഫ് മൈൻഡ് എന്ന് നിർവചനം കൊടുത്ത ആരാണ്? ഇമാനുവൽ കാന്റ് ആണ്. അടുത്ത് നോക്കൂ, വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി. സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. സയൻസ് ഓഫ് ബിഹേവിയർ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് നിർവചനം കൊടുത്തത് JB വാട്സൺ ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിർവചനങ്ങളാണ് മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് മനസ്സിലാക്കിയ സൈക്കോളജി എന്ന ടേമിന്റെ അർത്ഥമാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങളോട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് സൈക്കോളജിയെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കും. ഇനി നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര വിവിധ തത്വങ്ങളെ കുറിച്ചാണ്. അപ്പൊ നോക്കിയേ, അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മനഃശാസ്ത്ര ചിന്താധാരകൾ. അതിൽ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഘടനാവാദമാണ്. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. എന്താണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്? ആദ്യം ഇത് രൂപം കൊണ്ടത് ജർമ്മനിയിലാണ് നോക്കുന്നത്. ജർമ്മനിയിലാണ് ഇത് രൂപം കൊണ്ടത്. ഇതിന്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത് വില്യം വൂണ്ട് ആണെങ്കിൽ ഫാദർ ഓഫ് സൈക്കോളജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ഘടനാവാദത്തിന് അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന വില്യം വൂണ്ട് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പരീക്ഷ മനഃശാസ്ത്ര പിതാവ് ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നു. 1879 ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ട് ആണ്. അതിനാലാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ പ്രധാനപ്പെട്ട ഘടനാവാദം സ്ട്രക്ചറലിസത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വസ്തുവിന്റെ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ, ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നിവ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്നിവ മനസ്സിലാക്കുന്ന അതിന്റെ ഘടനാ വളർച്ച കൊണ്ടാണ്. ഒരു വസ്തുവിന്റെ വ്യവഹാരം, ബിഹേവിയർ, അതുപോലെ ഫംഗ്ഷൻ, ധർമ്മം എന്നിവ മനസ്സിലാക്കുന്നത് ആ വസ്തുവിന്റെ ഘടനാ വളർച്ച കൊണ്ടാണ് ഈ വാദത്തിൽ പ്രധാനമായിട്ട് പരാമർശിച്ചത്. അതായത് മനുഷ്യന്റെ സംചേത അനുഭവങ്ങൾ, അതായത് മനുഷ്യന്റെ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അനുഭവങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യന്റെ സംചേത അനുഭവങ്ങൾ അല്ലെങ്കിൽ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയാണ് അനുഭവങ്ങളെ അപഗ്രഥിക്കുകയും അവയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ശ്രമിക്കുകയും ആണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ എക്സ്പീരിയൻസ്, കോൺഷ്യസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സംചേത അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനുഭവങ്ങൾ അപഗ്രഥിക്കുന്നു. എന്നിട്ട് അവയെ അതിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്താണ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ്
ആ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നത് അവ അപഗ്രഹിക്കുകയും അതിന് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യും. അതാണ് ഘടനാവാദി പറയുന്നത്. വ്യവഹാരവും ധർമ്മവും, ഒരു വസ്തുവിന്റെ വ്യവഹാരവും ധർമ്മവും നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഘടനാ വളർച്ച കൊണ്ടാണെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. E.B. ടിച്നർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ ഘടനാവാദത്തെ കൂടുതൽ വികസിപ്പിച്ചത്. E.B. ടിച്നർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഘടനാവാദത്തെ കൂടുതലായിട്ട് വികസിപ്പിച്ചത്. അടുത്തത് മറ്റൊരു വാദം നമുക്ക് മനസ്സിലാക്കാം, അതാണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. അടുത്ത നോക്കാം, ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. ഇവിടെ ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് ആണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ആണ് അത് കൊണ്ടുവന്നത്. ഇനി വില്യം ജെയിംസ് ആരാണ്? അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ധർമ്മവാദത്തിൽ അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിൽ മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വ്യവഹാരങ്ങളും അതുപോലെ ധർമ്മം, ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെങ്കിൽ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തിയുടെ ഘടനാ വളർച്ച കൊണ്ടാണ് മനസ്സിലാക്കുക അല്ലെ, മനസ്സിന്റെ ഘടനാ വളർച്ച കൊണ്ടാണ്. ഇവിടെ നമ്മൾ പറയുന്നത് മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ധർമ്മവാദത്തിന് ഫങ്ഷണലിസത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ്. മറ്റേത് ഘടനാ വളർച്ചയാണെങ്കിൽ ഇവിടെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി അവന്റെ പരിസരത്തിനനുസരിച്ച് ജീവിക്കുന്നത് മനസ്സിന്റെ പ്രത്യേക കഴിവനുസരിച്ചാണ്. അപ്പൊ മനസ്സിന്റെ കഴിവുകൊണ്ടാണ് വ്യക്തി അവന്റെ പരിസരത്തിനനുസരിച്ച് ജീവിക്കുന്നത്. അപ്പൊ മനസ്സിന് എന്തിനൊക്കെയുള്ള കഴിവുണ്ട്? ആ പരിസരത്തിനനുസരിച്ച് സംയോജനത്തിനും അതായത് അഡാപ്റ്റേഷനും സഹകരണം അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിനുള്ള കഴിവ് മനസ്സിനുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പരിസരത്തിനനുസരിച്ചുള്ള സംയോജനത്തിനും അഡാപ്റ്റേഷനും അതുപോലെ സഹകരണത്തിനും അഡ്ജസ്റ്റ്മെന്റിനുള്ള കഴിവ് മനസ്സിനുണ്ടെന്നാണ് ഘടനാവാദത്തിൽ പരാമർശിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? പഠിച്ചു നോക്കാം, സമഗ്രതാവാദം അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട്സം. എന്താണ് സമഗ്രതാവാദം അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട്സം എന്ന് പറയുന്നത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ രൂപജ്ഞ അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ആരാണ്? മാക്സ് വെർത്ത്മിയർ ആണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ സമഗ്രതാവാദം ജെസ്റ്റാൾട്ട്സ് പേര് കിട്ടുമ്പോൾ നമ്മൾ ആരെ ഓർത്തോണം? മാക്സ് വെർത്ത്മിയർ എന്ന മനഃശാസ്ത്രജ്ഞനെ ഓർത്തോണം. ഇനി അദ്ദേഹത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റു പേരുകളാണ് കൊഹ്ലർ, കോഫ്ക, കർട്ട്-ലെവിൻ. കൊഹ്ലർ, കോഫ്ക, കർട്ട്-ലെവിൻ മുതലായ മനഃശാസ്ത്രജ്ഞർ ഏതുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ സമഗ്രതാവാദം ജെസ്റ്റാൾട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതിന്റെ പ്രധാന ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാക്സ് വെർത്ത്മിയർ. സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട് ആരെ മനസ്സിലാക്കണം? മാക്സ് വെർത്ത്മിയറിനെ മനസ്സിലാക്കണം. ഇനി എന്താണ് സമഗ്രതാവാദം? എന്താണ്? ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്ന് പറഞ്ഞാൽ മൊത്തമായതിനാണ് എന്ത്? ഭാഗങ്ങളെക്കാൾ പ്രാധാന്യം സമഗ്രതയ്ക്കാണെന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ പാർട്ടായിട്ട് മനസ്സിലാക്കിയ പോലെ എന്താണ്? പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭാഗങ്ങളെക്കാൾ പ്രാധാന്യം സമഗ്രതയ്ക്കാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? സമഗ്രതാവാദം ജെസ്റ്റാൾട്ട്സം എന്ന് പറയുന്നത് ആരാണ്? ഉപജ്ഞാതാവ് മാക്സ് വെർത്ത്മിയർ ആണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റു മനഃശാസ്ത്രമാണ് കൊഹ്ലർ, കോഫ്ക, കർട്ട്-ലെവിൻ. ഇനി എന്താണ് സമഗ്രതാവാദം ജെസ്റ്റാൾട്ട്സം എന്ന് പറയുന്നത്? ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. അതായത് ഭാഗങ്ങളെക്കാൾ പ്രാധാന്യം സമഗ്രതയ്ക്കാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ടും ഗ്രഹിക്കണം. ഭാഗങ്ങളായിട്ടല്ല, പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ധർമ്മവാദം കുറിച്ച് പഠിച്ചു അല്ലെ? ധർമ്മവാദം പഠിച്ചു, ഘടനാവാദം പഠിച്ചു, ഇപ്പൊ എന്ത് പഠിച്ചു? സമഗ്രതാവാദവും മനസ്സിലാക്കി. അടുത്തത് വ്യവഹാരവാദം ഈ ബിഹേവിയറിസം. വ്യവഹാരവാദം ഈ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് സയൻസ് ഓഫ് ബിഹേവിയർ അല്ലെ? സൈക്കോളജി എന്ന സയൻസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ എന്താണ്? വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് JB വാട്സൺ എന്ന് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം തന്നെയാണ് വ്യവഹാരവാദം ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി അദ്ദേഹമാണ് JB വാട്സൺ ആണ് വ്യവഹാരവാദം എന്ന് പറഞ്ഞ വാദം കൊണ്ടുവന്നത്. അത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ്? വ്യവഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതായത് മനുഷ്യന്റെ സങ്കീർണ വ്യവഹാരങ്ങളിൽ പെരുമാറ്റങ്ങളിലും ചോദക പ്രതികരണങ്ങൾക്ക് അടിസ്ഥാനം സ്റ്റിമുലസ് റെസ്പോൺസ് അധിഷ്ഠിതമായിരിക്കും. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങളെല്ലാം എന്താണ്? ചോദക പ്രതികരണം സ്റ്റിമുലസ് റെസ്പോൺസിന് അധിഷ്ഠിതമായിരിക്കും. അതാണ് ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ എന്താണ്? അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിരീക്ഷിക്കാനും അതുപോലെ അളക്കാനും സാധ്യമാവുന്ന വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ മാത്രമേ പഠനത്തിന് വിധേയമാക്കാവെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? നിരീക്ഷിക്കാനും അളക്കാനും കഴിയുന്ന വ്യവഹാരങ്ങൾ പ്രതിഭാസങ്ങളെ മാത്രമേ പഠനത്തിന് വിധേയമാക്കാവൂ. ഇനി അദ്ദേഹം പറഞ്ഞ വ്യവഹാരങ്ങൾ എന്തിനാണ്? മനുഷ്യന്റെ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ചോദക പ്രതികരണങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസിന് അധിഷ്ഠിതമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരമായിട്ട് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ശാസ്ത്രജ്ഞർ ആരൊക്കെയെന്ന് വെച്ചാൽ പാവ്ലോവ് വ്യവഹാരവാദവും ബന്ധപ്പെട്ടതാണ്. തോൺബേക്ക് മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ്. പിന്നെ സ്കിന്നർ പിന്നെ ഹൾ. ഇപ്പൊ പാവ്ലോവ്, തോൺബേക്ക്, സ്കിന്നർ, ഹൾ മുതലായ മനഃശാസ്ത്രജ്ഞന് ഏത് വാദവും ബന്ധപ്പെട്ടതാണ്? വ്യവഹാരവാദം ബിഹേവിയറിസമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ്? ഘടനാവാദം. ആദ്യം നമ്മൾ സൈക്കോളജിയുടെ നിർവചനങ്ങൾ പഠിച്ചു,
പിന്നെ നമ്മൾ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെ മനഃശാസ്ത്ര ചിന്താധാരകൾ, മനഃശാസ്ത്ര ചിന്ത സൈക്കോളജിക്കൽ തോട്ട്സ് ആണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഘടനാവാദം മനസ്സിലാക്കി, അതുപോലെ ധർമ്മവാദം എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ. പിന്നെ എന്താണ് സമഗ്രതാവാദം, ജസ്റ്റാൾസ് മനസ്സിലാക്കി. ഇവിടുത്തെ ബിഹേവിയറിസം അല്ലെങ്കിൽ എന്താണ് വ്യവഹാരവാദം. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? അപ്പൊ ഇത് ക്ലാസ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ റിമൈനിങ് പോർഷൻസ് കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.